കൊച്ചി കാക്കനാട് അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറെ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടികൂടി. അജിത് കുമാറിനെയാണ് 20,000 രൂപയുമായി വിജിലൻസ് പിടികൂടിയത്. ശ്യാം കുമാർ കൊച്ചിയിൽ നിന്ന് വാർത്ത വിശദാംശങ്ങളുമായി ചേർന്നു. ശ്യാം, ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയാത്ത മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി. എന്താണ് വിശദാംശങ്ങൾ? ആരിൽ നിന്നാണ് പണം വാങ്ങിയത്? സുഹൈലെ, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായ അജിത് കുമാർ, ഇയാൾ ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഇയാളെയാണ് ഇന്ന് കാക്കനാട് ഒലിമുകളിലുള്ള ഓഫീസിൽ നിന്ന് 20,000 രൂപയുമായി കേരള വിജിലൻസ് പിടികൂടിയിരിക്കുന്നത്. BPCL കരാർ ജോലിക്ക് കയറ്റുന്ന ഓരോ തൊഴിലാളിക്കും 1000 രൂപ വെച്ചാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നത്. ഇത് കരാറുകാരിൽ നിന്നും വാങ്ങുന്നതിനിടെ വിജിലൻസ് സംഘം ഒരുക്കിയ ട്രാപ്പിൽ ഇയാൾ പിടികൂടുകയായിരുന്നു. പിന്നീട് വിജിലൻസ് SP ശശിധരൻ സ്ഥലത്തെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും പണം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 7 ജില്ലകളുടെ ചുമതലയുള്ള കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ കൈക്കൂലിയുമായി പിടിയിലായത്. ഒരേ സമയം ഇയാളുടെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. മുൻപ് നടന്ന പല ഇടപാടുകളിലും ഇയാൾ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. 7 ജില്ലകളുടെ അധികാരപരിധിയുള്ള ഉദ്യോഗസ്ഥനായതിനാൽ തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളിൽ വൻതുക ഇയാൾ കൈക്കൂലി വാങ്ങിയതായിട്ടാണ് വിജിലൻസ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ശരി, പിടിയിലായ അജിത് കുമാർ ചില്ലറക്കാരനല്ല, കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥനാണ്. സ്ഥിരം ജോലി കിട്ടാൻ പ്രയാസമുള്ളവർ എന്തെങ്കിലും ജോലി കിട്ടട്ടെ എന്ന രീതിയിൽ കരാർ ജോലിക്കായി പല കേന്ദ്ര സർവീസ് സ്ഥാപനങ്ങളും കയറുകയാണ്. ഇത്തരത്തിൽ കരാർ കയറുന്ന ഓരോ ജീവനക്കാരനും 1000 രൂപയ്ക്ക് പിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചു കൂട്ടിയതിന് കണക്കുണ്ടാകാൻ സാധ്യതയില്ല.